എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വ്ളോഗാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓരോ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യണത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കണത്. അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 5 മണി ആ സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ രാത്രിക്കുള്ള ഭക്ഷണം ശരിയാക്കണം, അതുപോലെ തന്നെ നാളെ രാവിലെ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റും ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് എന്തായാലും പോവാം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ചെയ്തതാണ്, വീട് ക്ലീനാക്കി, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, കിച്ചണ് എല്ലാം ക്ലീനാക്കി. അങ്ങനെ ക്ലീൻ ചെയ്ത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. കുക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ അരിയാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി മോര് കാച്ചി വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 2 വഴുതനങ്ങ എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കുറച്ച് ഒരു ചെറിയ പീസുകൾ, അത്രയും ചെറുതല്ല എന്നാലും ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളാക്കിയിട്ട് ഈ ഒരു ചെറിയൊരു ചെപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ഇത് ഞാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയതാണ്. സാധാരണ കടകളിൽ ഇങ്ങനത്തെ സംഭവം കിട്ടും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളൊന്നും എടുത്തില്ല, അത് കുറേ സമയം എടുക്കില്ല നന്നാക്കാനായിട്ട്. അപ്പോൾ സവാളയാണ് എടുത്തത്. മോര് കാച്ചാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടും അരിഞ്ഞ് വെച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളി അതൊക്കെ എടുത്ത് വെച്ചു. നേരെ ഇനി കുക്കിംഗ് തുടങ്ങാണ്. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം തന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടു, കുറച്ച് വെളുത്തുള്ളി ഇട്ടു, പിന്നെ സവാള ഇടാണ് ചെയ്തത്. ഏകദേശം ഒരു 1.5 സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സവാള ഇട്ടു. പിന്നെ മഞ്ഞൾ, മുളക്, ഉപ്പ് ഇതാണ് ഇട്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വഴുതനങ്ങ ഇട്ടു, പിന്നെ വേപ്പിലിട്ടു. പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഞാൻ സിമ്മിലിട്ട് വേവിക്കുകയാണ് ചെയ്തത്. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കും. എല്ലാം ഞാനിങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യണത്. നമുക്കൊന്നാമത്തത് സമയവുമില്ല, അങ്ങനത്തെ കാരണം ഏറ്റവും എളുപ്പമായ രീതിയിലാണ് ഞാൻ ചെയ്യാനായിട്ട് നോക്കണത്. അത് അവിടെ ഇരുന്നാകുമ്പോഴേക്കും വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് അതും ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടു, ഉലുവ ഇട്ടു. മോര് കാച്ചാൻ പോവാണ് കേട്ടോ നമ്മൾ. ഉലുവ ഇട്ടു. അതിനുശേഷം മുഴുവൻമുളക് ഒരു 2-3 എണ്ണം പീസാക്കി ഇട്ടു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഇതിലേക്ക് വേപ്പിലയാണ് ഇടണത്. വേപ്പില ഇട്ടു. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ, മുളക്, ഉപ്പ് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള അരിഞ്ഞതാണ് ഇട്ടത്. ശരിക്കും ചുവന്നുള്ളി ഇടുമ്പോഴാണ് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എളുപ്പത്തിന് ഇതാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ നായകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ ചോറ് ചൂടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തത്. അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഓരോ പാത്രങ്ങൾ കഴുകാനും അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ചെറിയ ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ രണ്ടും ഒന്ന് ശരിയാവണ സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഇങ്ങനെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് അല്ലെങ്കിൽ മോര് കാച്ചാനായിട്ട് അത് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് ഒരു തിള വന്നതിന് ശേഷം ഓഫാക്കുക. പിന്നെ ഇതാണ് ഡോണയുടെ മരുന്ന്. ഇനിയിപ്പോൾ അവൾക്ക് മരുന്ന് കൊടുക്കണം. ഇതൊക്കെ ഞാൻ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ കാര്യം, ചിക്കൻ എന്ന് വെച്ചാൽ അവർക്കുള്ളതാണ്. പിന്നെ ഡോണയുടെ ഒരു സെറ്റ് മരുന്നുണ്ട്. മരുന്നല്ല, ഇത് കുറച്ച് മരുന്ന്, പിന്നെ കൂടുതലും ടോണിക്കാണ്. ഏകദേശം ഒരു 5 ടോണിക് ഉണ്ട്. സ്റ്റാർ കോട്ട്, ലീവ് 52, ARBC, പെറ്റപ്പ്, ത്രോംബോഫിറ്റ്, പിന്നെയുള്ളത് സുക്രാഫിൽ, അത് വയറിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഒരു ടോണിക്കാണ്. പിന്നെ അവളുടെ ഡ്രൈ ഫുഡ് സൈഡിൽ അവൾക്ക് ഇപ്പോൾ കറണ്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഓക്കെ ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്.
ഞാൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.